Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിൽ LDF മികച്ച വിജയം നേടി ഭരണ തുടർച്ച ഉറപ്പിച്ചു. ആകെയുള്ള 46 വാർഡുകളിൽ 36 വാർഡുകളിലും വിജയിച്ചാണ് ഇടതുമുന്നണി അധികാരം നിലനിർത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പയ്യന്നൂർ നഗരസഭയിൽ LDFന് മികച്ച വിജയം. ആകെയുള്ള 46 വാർഡുകളിൽ 36 വാർഡുകളിൽ വിജയിച്ചാണ് LDF ഭരണ തുടർച്ചയിലേക്ക് ചുവടുവെച്ചത്. 9 വാർഡുകളിൽ UDF വിജയിച്ചപ്പോൾ 1 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയം നേടി. ശ്രദ്ധേയമായ ഒരു വിജയം തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത്. ഇത് 1 വാർഡിൽ LDFന് തിരിച്ചടിയായെങ്കിലും ഭരണത്തെ ബാധിക്കുന്നതായിരുന്നില്ല. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ വിജയമെന്ന് LDF നേതൃത്വം പ്രതികരിച്ചു. വിജയപ്രഖ്യാപനത്തിന് പിന്നാലെ പയ്യന്നൂരിലെ പ്രധാന കേന്ദ്രങ്ങളിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. നേതാക്കളും പ്രവർത്തകരും വിജയിച്ച സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. നഗരസഭയുടെ ഭരണം നിലനിർത്തുന്നതിലൂടെ പയ്യന്നൂരിലെ ജനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകിയതെന്ന് LDF നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് ഈ വൻ വിജയത്തിന് അടിസ്ഥാനമായതെന്നും അവർ കൂട്ടിച്ചേർത്തു. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കൂടുതൽ ശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്നും UDF പ്രാദേശിക നേതൃത്വം പ്രതികരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 36 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം പയ്യന്നൂർ നഗരസഭയിൽ LDFന് വീണ്ടും ഒരു തുടർ ഭരണത്തിന് അവസരമൊരുക്കിയിരിക്കുകയാണ്. ജനക്ഷേമ പദ്ധതികളുടെയും ഭരണ നേട്ടങ്ങളുടെയും അംഗീകാരമായാണ് മുന്നണി ഈ വിജയത്തെ വിലയിരുത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടി ഭരണ തുടർച്ച ഉറപ്പിച്ചു. ആകെയുള്ള 46 വാർഡുകളിൽ 36 വാർഡുകളിലും വിജയിച്ചാണ് LDF അധികാരം നിലനിർത്തിയത്. പ്രധാന എതിരാളികളായ ഐക്യജനാധിപത്യ മുന്നണിക്ക് 9 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 1 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയം കണ്ടു. പയ്യന്നൂർ നഗരസഭയിലെ 46 വാർഡുകളിൽ LDF 36, UDF 9, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണ 44 വാർഡുകൾ ഉണ്ടായിരുന്നപ്പോൾ LDF 35 സീറ്റും UDF 8 സീറ്റും ഒരു സ്വതന്ത്രനുമായിരുന്നു വിജയിച്ചത്. ഇത്തവണ വാർഡുകളുടെ എണ്ണം 46ആയി വർദ്ധിച്ചപ്പോൾ LDF 1 സീറ്റ് അധികം നേടി. വർദ്ധിച്ച 2 സീറ്റുകളിലൊന്നിൽ LDFും മറ്റൊന്നിൽ UDFും വിജയിച്ചു. നഗരസഭയിൽ LDFും UDFും പരസ്പരം സീറ്റുകൾ പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. LDFിന്റെ കൈവശമുണ്ടായിരുന്ന ചില വാർഡുകൾ UDF പിടിച്ചെടുത്തപ്പോൾ UDFിന്റെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചുപിടിച്ചാണ് LDF ലീഡ് ഉയർത്തിയത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന VK നിഷാദിന്റെ ഉജ്ജ്വല വിജയം LDF ക്യാമ്പിൽ ആവേശം പകർന്നു. അതേസമയം LDFിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായത് കാരയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വൈശാഖിന്റെ വൻ വിജയമാണ്. പ്രതിപക്ഷ നിരയ്ക്ക് ഇത്തവണ 1 സീറ്റ് അധികമായി ലഭിച്ചുവെന്നത് മാത്രമാണ് പയ്യന്നൂരിലെ UDFിന് ആശ്വസിക്കാൻ വക നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 36 വാർഡ് കാരയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന C. വൈശാഖ് വിജയിച്ചു. ജനങ്ങൾക്കൊപ്പമാണ് താനെന്നും ഇത് ജനങ്ങളുടെ വിജയമാണെന്നും വൈശാഖ് പറഞ്ഞു. ജനങ്ങളുടെ വിജയമായിട്ട് കാണുന്നത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അപ്പോൾ ജനങ്ങളെ വിജയിപ്പിച്ചു. അപ്പോൾ ജനങ്ങളുടെ വിജയമാണ്, എൻ്റെ വിജയമല്ല, എൻ്റെ നാടിൻ്റെ വിജയമാണ്. അത് മാത്രമാണ് പറയാനുള്ളത്. അതെ, നല്ല സൗഹാർദ്ദപരമായിട്ടാണ് ഇലക്ഷൻ നടന്നത്, സമാധാനപരമായിരുന്നു. ജനങ്ങളെ വിജയിപ്പിച്ചു. ഞാൻ ജനങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നു. അവരുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പയ്യന്നൂർ ബ്ലോക്ക് ഡിവിഷനുകളിൽ മികച്ച വിജയം നേടി LDF. മലയോര മേഖലയിലെ 2 ഡിവിഷനുകളിലാണ് പാടിയോട്ടുചാൽ, പുളിങ്ങോം എന്നീ ഡിവിഷനുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയം നേടിയത്.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. 14 ഡിവിഷനുകളിൽ മത്സരിച്ച 12 ഡിവിഷനുകളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഐക്യജനാധിപത്യ മുന്നണി UDF 2 ഡിവിഷനുകളിൽ വിജയം കണ്ടെത്തി. ഇപ്പോൾ ലഭിച്ച മികച്ച വിജയം ഇടതുപക്ഷ മുന്നണിയുടെ വികസന നയങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമായി കണക്കാക്കപ്പെടുന്നുവെന്ന് LDF നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പാടിയോട്ടുചാൽ, പുളിങ്ങോം എന്നീ ഡിവിഷനുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയം നേടിയത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുതാഴം ഇക്കുറിയും ചുവന്നു. 19-ൽ 19 സീറ്റും നേടി ചരിത്ര വിജയം നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും 19-ൽ 19 സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. ഈ വിജയത്തിൽ ആഹ്ലാദം പങ്കുതരുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ് വിജയിച്ചവർ? ഒന്ന് പേര് പറഞ്ഞേ. രത്നവല്ലി 17ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. സന്തോഷായില്ലേ? സന്തോഷായി. എന്താണ് പറയാനുള്ളത്? നാടിന്റെ വികസനത്തിന് വേണ്ടി ഇനിയും മുന്നോട്ട് നമ്മൾ എല്ലാ മെമ്പർമാരും ഉണ്ടാകുന്നത്. അടുത്ത ആളാരാ? പേരെന്താ? ഷൈമ. പേരെന്താ? അനിത. അടുത്ത ആളാരാ? 3ാം വാർഡില്. അടുത്ത ആളാരാ? 18ാം നീതു. അടുത്ത ആളാരാണ്? 19ാം വാർഡിൽ. എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട് അല്ലെ? ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അല്ലെ? ഇപ്രാവശ്യം നമുക്കറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ചെറുതാഴം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും അല്ലെ? അപ്പൊ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻതൂക്കം നൽകിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കോ? തീർച്ചയായും അല്ലെ? എന്താണ് പറയാനുള്ളത്? സൗമ്യ. ഏതാ വാർഡ്? 8ാം വാർഡ്. ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പേരെന്താണ്? സനു മോഹനാണ് 1ാം വാർഡിൽ നിന്നും 1ാമനായി വിജയിച്ചിരിക്കുന്നത്. സനു മോഹന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് യൂത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതെ, നല്ല രീതിയിൽ യുവജനങ്ങൾക്ക് പ്രാധാന്യത്തോട് കൂടിയിട്ട് ചെയ്യുമെന്നാണ് പറയാനുള്ളത്. അടുത്ത ഒരു യുവാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പേരെന്താ? സൂരജ്. 6ാം വാർഡിൽ മത്സരിച്ചു, ജയിച്ചു. എന്താണ് യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നേരത്തെ കാഴ്ച. പേരെന്താ? 5ാം വാർഡിൽ അല്ലെ? എന്തായാലും എല്ലാവരും വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് വരുന്നത്. നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ മികച്ച വികസന പ്രവർത്തനം, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. M. ശ്രീധരാട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീധരാട്ടൻ, എന്ത് തോന്നുന്നു? ഒരുപക്ഷെ നമ്മുടെ ഭരണസമിതി അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണോ ഈ വിജയം? കഴിഞ്ഞ 5 വർഷം ഗ്രാമപഞ്ചായത്ത് നടത്തിയ മികച്ച വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് നിർത്തി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളെ കൂടെ നിർത്തിയതിൻ്റെ പ്രതിഫലനമാണ് ഈ മികച്ച വിജയം നേടാനിടയായിട്ടുള്ളത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മുമ്പേ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി ദുർഗമാണ്. പക്ഷേ ഇത്തവണ UDF ഇടതുപക്ഷത്തെ പരാജയപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണയൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ സംഘടിപ്പിച്ചത്. BJPയും അതുപോലെ തന്നെ വർഗീയ മുന്നണികളെല്ലാം, കോൺഗ്രസ്, BJP, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എല്ലാം കൂടി ചേർന്ന് അവർ മത്സരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 16ാം വാർഡിലാവട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ എന്നാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനൊക്കെ അതീതമായി ചെറുതാഴത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇടതുപക്ഷത്തെ വളരെ ഹൃദയവായ്പോടെ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെ ചിത്രമാണ് കാണാൻ കഴിയുന്നത്. ഇതിനോട് സഹകരിച്ചിട്ടുള്ള ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പല ആളുകൾ. പല വാർഡുകളും അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അവരോടെല്ലാമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തും. എന്തായാലും മികച്ച വിജയം നേടാൻ കിട്ടിയതിൽ സന്തോഷത്തിലാണ്. ഒന്നാൽ നമുക്ക് സന്തോഷം പ്രകടിപ്പിച്ച എല്ലാവരും കൂടി. ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ LDFന് തുടർഭരണം. കനത്ത പോരാട്ടത്തിൽ 4 സീറ്റുകളാണ് UDF ഇവിടെ നേടിയത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടാനും സാധിച്ചു എന്ന ആശ്വാസത്തിലാണ് UDF ക്യാമ്പ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ആകെയുള്ള 15 വാർഡുകളിൽ 11 സീറ്റുകളിൽ വിജയിച്ചാണ് LDF അധികാരം ഉറപ്പിച്ചത്. കനത്ത മത്സരം നടന്ന പഞ്ചായത്തിൽ 4 സീറ്റുകൾ UDF നേടി. കുഞ്ഞിമംഗലത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ഏറെ ആകാംക്ഷയോടെയാണ് പലരും ഫലം കാത്തിരുന്നത്. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാതിരുന്ന പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് പൊതുവെ സമീപകാലത്ത് ഒരു ജനശ്രദ്ധ നേടിയ പഞ്ചായത്താണ്.
കാരണം ഈ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ കുഞ്ഞിമംഗലത്ത് ഉദയം ചെയ്ത് ഈ കുഞ്ഞിമംഗലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെയും തകർത്ത് കളയാം എന്ന് വ്യാമോഹിച്ചുകൊണ്ടാണ് ഈ കൂട്ടർ ഒരുങ്ങി പുറപ്പെട്ടത്. പക്ഷെ അവർക്ക് കടുത്ത നിരാശയാണ് നേരിട്ടത്. ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കുപ്പായമണിഞ്ഞ് തയ്യാറായി വന്നവരും അടുപ്പത്ത് വലിയ തോതിൽ വെള്ളം വെച്ച് പായസം വിളമ്പാൻ തയ്യാറായി നിന്നവർക്കൊക്കെ കടുത്ത നിരാശയാണ് നേരിട്ടത്. നേരത്തെ ഉണ്ടായതിൽ നിന്നും വലിയ നിലയിലുള്ള മാറ്റങ്ങളൊന്നുമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാന്ന് അസന്നിഗ്ധമായി നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. അത് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന വിധിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. 11 വാർഡുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ നിലയിലുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ നമുക്കറിയാം കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ പ്രദേശം അവർ തന്നെയാണ് നേരത്തെ നിലനിർത്തി പോന്നിരുന്നത്. അതിലുപരിയായി കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറിയ നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു. കഴിഞ്ഞ തവണത്തേതിന് സമാനമായ മുന്നേറ്റമാണ് LDF ഇത്തവണയും കാഴ്ചവെച്ചത്. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ചിലത് പിടിച്ചെടുക്കാൻ സാധിച്ചതും പൊതുവെയുള്ള മികച്ച പ്രകടനവുമാണ് LDF-ന് തുടർഭരണം ഉറപ്പിച്ചത്. 7, 8, 9, 12 എന്നിവയാണ് UDF വിജയം കൈവരിച്ച വാർഡുകൾ. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടാനും സാധിച്ചു എന്ന ആശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായാണ് UDF തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDF-ന് ഭരണം നഷ്ടമായത് കേവലം 5 വാർഡിൽ 100 വോട്ടിൻ്റെ കുറവ് കൊണ്ടാണ്. 4-ാം വാർഡ്, 1-ാം വാർഡ്, 6-ാം വാർഡ്, 10-ാം വാർഡ്, 15-ാം വാർഡ് ഈ 5 വാർഡുകളിൽ നമ്മൾ മൊത്തം നമുക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ കേവലം 5, 10, 20, 34 വോട്ടുകളാണ്. ഈ വോട്ടുകളും കൂടി ലഭിച്ചിരുന്നെങ്കിൽ ഈ പ്രാവശ്യം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലേക്ക് UDF നേതൃത്വം എത്തുമായിരുന്നു. എന്നിരുന്നാലും ഒരു നല്ല പരാജയമാണ് LDF ഏറ്റുവാങ്ങിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പഞ്ചായത്തിൽ LDF പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ വിജയാഘോഷ പ്രകടനങ്ങൾ നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി B സത്യഭാമ വിജയിച്ചു. 105 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സത്യഭാമയുടെ വിജയം. മാടായി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് വന്നിരിക്കുകയാണ്. മാടായി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി സത്യഭാമ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അവർ മാടായി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. ഏക പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ മാത്രമേ മാടായി ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. 15-ാം വാർഡായിരുന്നു. വളരെ വാശിയേറിയ മത്സരമായിരുന്നു. ഇപ്പോൾ 105 വോട്ടുകൾക്ക് സത്യഭാമ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. സത്യഭാമ ഇപ്പോൾ സന്തോഷത്തിലാണല്ലേ? സന്തോഷത്തിലാണ്. ജയിക്കുന്ന പ്രതീക്ഷയുണ്ടായിരുന്നോ? പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലേ? എന്താണ് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എന്നെ വോട്ട് ജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു, അത്രേ പറയുള്ളൂ. മാടായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവാൻ പോവാണല്ലേ? അതെ. വളരെയധികം സന്തോഷമുണ്ടല്ലേ? എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് വികസനം നടത്താനുണ്ട്. തുടർന്നുള്ള വികസനത്തിൽ റോഡിന്റെ കാര്യങ്ങൾ കുറച്ചുണ്ട്. എല്ലാ മേഖലയിലും എല്ലാ വികസനത്തിനും. എന്തായാലും വാക്കുകൾ കിട്ടുന്നില്ല, അത്രയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ഉള്ളത്. നമുക്കറിയാം മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ സഹീദ് കായ്ക്കാരൻ ഒരുപക്ഷെ മാടായി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാകും ഇവരുടെ വിജയത്തിന് കാരണമാകുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സഹീദ് കായ്ക്കാരനുണ്ട്. സഹീദ് കായ്ക്കാരൻ എന്താണ് പറയാനുള്ളത്? മാടായി പഞ്ചായത്തിൻ്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള വികസനത്തിനുള്ള അംഗീകാരമാണ്. ഈ അംഗീകാരം ഇവിടെ പ്രതിഫലിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം ഈ LDF എന്നോ UDF എന്നോ നോക്കാതെ എല്ലാ പ്രദേശത്തിനെയും പ്രത്യേകം പരിഗണിച്ച് വികസനം നടത്തി. ആ വികസനത്തിൻ്റെ അംഗീകാരമാണ് 1-ാം വാർഡ് അടക്കം 2 ടേമായി UDF-ൽ നിന്ന് നഷ്ടപ്പെട്ട 1-ാം വാർഡ് അടക്കം ഈ പ്രാവശ്യം UDF-ലേക്ക് വന്നു എന്നുള്ളത്. അതുപോലെ തന്നെ 2-ാം വാർഡിൻ്റെ 2-ാം വാർഡ് 4 വോട്ടിന് ജയിച്ച 2-ാം വാർഡ് ഇപ്പം 100 ചില്ലറ വോട്ടിൻ്റെ ലീഡിനാണ് ഈ പ്രാവശ്യം വിജയിച്ചത്. ഇതൊക്കെ
കഴിഞ്ഞ 5 വർഷത്തെ മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ സമാനതകളില്ലാത്ത വികസനത്തിൻ്റെ ഒരു വിജയമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ 15-ാം വാർഡിലെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഞങ്ങൾ 100% വിശ്വാസത്തോടു കൂടി തന്നെയാണ്, ഒറ്റ കാൻഡിഡേറ്റിനെ മാത്രമേ ഞങ്ങൾ നിർത്തിയിട്ടുള്ളൂ. പകരം ഞങ്ങളൊരു ബൈസ്റ്റാൻഡറായിട്ട് ഒരാളെ പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമുണ്ട്, ഒരാൾ വെച്ചാൽ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളത് കൊണ്ട്. അത് ഇവിടെ വിജയിച്ചു കഴിഞ്ഞ് ഒരുപാട് ജാതി മത വർഗീയതകൾ പല രീതിയിലും വീടുകളിൽ പ്രചരിപ്പിച്ചു. CPM-ന്റെ വലിയ വലിയ നേതാക്കന്മാർ, ലോക്കൽ ഏരിയ എല്ലാ നേതാക്കന്മാരും, മുൻ MLA, നിലവിലുള്ള MLA എല്ലാവരും വീട് കയറി ഇറങ്ങിയിട്ടും ഒരു ഭാഗത്ത് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്, അവരുടെ കയ്യിലുള്ളത് പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും മാടായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇത്തവണ UDF തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. ചുവപ്പണിഞ്ഞ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 1957 രൂപീകരിച്ച അന്നു മുതൽ CPM ആണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. 1957 കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ ഇവിടെ CPM അംഗങ്ങളെ മാത്രമാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. 15 വാർഡുകളിലും CPM പ്രതിനിധികളാണ് വിജയിച്ച് കയറിയത്. 14 വാർഡുകളിൽ മത്സരിച്ച BJPക്ക് ഒരു വാർഡിൽ മാത്രമാണ് കെട്ടിവെച്ച തുക ലഭിച്ചത്. 15 വാർഡുകളിലും മത്സരിച്ച UDF-നാകട്ടെ 6 വാർഡിൽ കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടി. മത്സരിച്ച എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. 5-ാം വാർഡിൽ നിന്നും വിജയിച്ച P. അനസൂയ പ്രസിഡന്റാകുമെന്നാണ് കരുതുന്നത്. എതിർ പാർട്ടികൾക്ക് പോലും സ്ഥാനാർത്ഥികൾ സമ്മതരായിരുന്നുവെന്നാണ് ഇവരുടെ വിജയം കാണിക്കുന്നതെന്ന് LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് PP സിദ്ധൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയമാണ് വോട്ടർമാർ നൽകിയത്. ഇടതുപക്ഷത്തെ നെഞ്ചേറ്റിയ മുഴുവൻ വോട്ടർമാരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിന്റെ ചരിത്രം എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷത്തെ നെഞ്ചേറ്റിയ ഒരു ചരിത്രമാണ്. ഇത്തവണയും ആകെയുള്ള 15 വാർഡുകളിൽ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ വാർഡിലും സമഗ്രാധിപത്യം എന്ന് പറയാൻ കഴിയുന്നത് പോലെ മികച്ച ഭൂരിപക്ഷം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 300 മുതൽ 304 മുതൽ 702 വരെ ഉള്ള ഭൂരിപക്ഷമാണ് വിവിധ വാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ നെറ്റ്വർക്ക് ചാനലിൽ തന്നെ UDF-ന്റെ പ്രതിനിധി പ്രതികരിച്ചത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഇവിടുത്തെ ഭരണത്തെ സംബന്ധിച്ച് മികച്ച അഭിപ്രായം രാഷ്ട്രീയ എതിരാളികൾ പങ്കുവച്ചിരുന്നു. അത് പറയുമ്പോൾ അവർ ഒന്നുകൂടി സൂചിപ്പിച്ചു, അത് വാർഡ് വിഭജനത്തെ സംബന്ധിച്ചാണ്. വാർഡ് വിഭജനം UDF-ന് അനുകൂലമായിട്ടാണ് എന്ന നിലയിൽ UDF-ന്റെ പ്രതിനിധി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ UDF-ന്റെ പ്രതിനിധികളും മറ്റുമെല്ലാം പലയിടത്തും സംസാരിച്ചിട്ടുള്ള കാര്യം, ഒന്ന്, വാർഡ് വിഭജനം ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള പാകത്തിലാണ് നടത്തിയത് എന്ന നിലയിൽ വ്യാപകമായ ചർച്ച നടത്തുമ്പോൾ നെറ്റ്വർക്ക് ചാനലിൽ തന്നെ UDF-ന്റെ പ്രതിനിധി നൽകിയിട്ടുള്ള ഒരു മറുപടി, അത് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ UDF-ന് പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. ആ പ്രതീക്ഷ നൽകുന്ന നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണ് UDF-ന്റെ സ്ഥിതി? UDF-ന്റെ സ്ഥിതി ആകെയുള്ള 15 വാർഡിൽ കേവലം 6 വാർഡിൽ മാത്രമാണ് കെട്ടിവെച്ച കാശ് UDF-ന് ലഭിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്ന പഞ്ചായത്തും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്താണ്. 89.41 ഇവിടുത്തെ പോളിംഗ് ശതമാനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇളകാതെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 16 വാർഡുകളിൽ 16ഉം തൂത്തുവാരിയാണ് LDF ഇവിടെ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. 1947 കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് രൂപം കൊണ്ടതിന് ശേഷം ഒരു പ്രതിപക്ഷ അംഗം പോലും ഉണ്ടായിട്ടില്ല. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. 1979-84 കാലഘട്ടത്തിൽ K. കൃഷ്ണൻ മാസ്റ്റർ പ്രസിഡന്റായിരിക്കെ കോൺഗ്രസ് A വിഭാഗത്തിലെ കാഞ്ഞിരപ്പുഴ കൃഷ്ണൻ നായർ പഞ്ചായത്ത് അംഗമായിരുന്നു. എന്നാൽ അന്ന് A വിഭാഗം ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു. 14 വാർഡുകൾ ഉണ്ടായിരുന്നത് 2 വാർഡുകൾ വർദ്ധിച്ച് ഇത്തവണ 16 വാർഡുകളായി. 14 വാർഡുകളിൽ CPM-ഉം 1 വാർഡിൽ CPI-യും 1 വാർഡിൽ RJD-യും മത്സരിച്ച് ജയിച്ചു. പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളിലും കോൺഗ്രസ് തന്നെയാണ് മത്സരിച്ചത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെയും
തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 16 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിട്ടുള്ള ഏറ്റവും ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ നാളിതുവരെ ഇടതുപക്ഷത്തെ അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ശക്തിയെയും ഈ മണ്ണിൽ വേരുറപ്പിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ മനസ്സ് അനുവദിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ കരുടപ്പള്ളം ഗ്രാമപഞ്ചായത്തിനകത്ത് വലതുപക്ഷവും BJPയും ഉൾപ്പെടെയുള്ള സംവിധാനം ഞങ്ങൾ വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നുള്ള അവകാശവാദം ജനങ്ങളുടെ മുമ്പിൽ വച്ചിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഈ അവകാശവാദമെല്ലാം വെറും പൊള്ളയായിരുന്നു എന്നുള്ളതും മിക്കവാറും വാർഡുകളിൽ BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതും UDFനും പല വാർഡുകളിലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്നതിലേക്ക് രാഷ്ട്രീയപരമായിട്ട് വലിയ നിലക്ക് ചുരുങ്ങുന്ന ഒരു നിലയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും കരുവള്ളൂർ എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നമുക്ക് അഭിമാനം പകരുന്നതാണ്. വനിതകൾ മത്സരിക്കുന്ന 8 വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. എല്ലാവരും പുതുമുഖങ്ങളെയാണ് രംഗത്തിറക്കിയത്. പൊതുവിഭാഗമായ 14-ാം വാർഡിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗമായ പ്രഭാവതി ജയിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥിയായ KC രാജൻ 2ാം സ്ഥാനത്തെത്തി. 5-ാം വാർഡിൽ നിന്നും മത്സരിച്ചു ജയിച്ച P രമേശനാണ് പ്രസിഡന്റാകുക. കരിവള്ളൂരിന്റെ മണ്ണും മനസ്സും എന്നും ഇടതുപക്ഷത്തോടൊപ്പമാണെന്നാണ് ഈ മിന്നും വിജയം തെളിയിക്കുന്നതെന്നും രമേശൻ വിലയിരുത്തുന്നു. 86.60% പഞ്ചായത്തിലെ പോളിംഗ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇക്കുറിയും ചുവന്നു. 20-ൽ 20 നേടി LDF വിജയിച്ചു. ഇടതുപക്ഷത്തിന്റെ വിജയം സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനത്തിനുള്ള അംഗീകാരമെന്ന് M. വിജിൻ MLA. പഞ്ചായത്തിൽ ഇത്തവണയും LDF മുഴുവൻ സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വിജയപ്രതീക്ഷയിൽ കല്യാശ്ശേരി MLA നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ വിജയത്തെ കുറിച്ച് പറയാനുള്ളത്? കല്യാശ്ശേരി തീർച്ചയായും കല്യാശ്ശേരിയുടെ ഇടത് കോട്ട അത് കരുത്തോടെ സംരക്ഷിച്ചുകൊണ്ട് 20 വാർഡിൽ 20ഉം LDF വിജയിക്കുകയാണ്. നേരത്തെ പ്രതിപക്ഷമില്ലാതിരുന്ന പഞ്ചായത്ത് തന്നെയായിരുന്നു കല്യാശ്ശേരി. ഇത്തവണയും 20 വാർഡിലും നല്ല ഭൂരിപക്ഷത്തിലാണ് LDFന്റെ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ച് വന്നത്. കല്യാശ്ശേരിയിൽ ഇടതുപക്ഷത്തിന് നേതൃത്വം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സമ്മാനം കൂടിയാണ് ഈ വിജയ തുടർച്ച. മുഴുവൻ സീറ്റിലും അഭിമാനപൂർവ്വം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കൂടുതൽ കരുത്തോടെ ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ നാടിന്റെ വികസനത്തിന്, നാടിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഓരോ ജനപ്രതിനിധികളും ഈ വിജയത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളോട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. കല്യാശ്ശേരി പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലെങ്കിലും വികസന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് പറയാനുള്ളത്? കല്യാശ്ശേരി എല്ലാ കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തിദുർഗമായിട്ടൊരു പ്രദേശമാണ്. അവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ നോക്കിയിട്ടല്ല നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ അംഗീകാരം കൂടിയാണ് ഈ വർദ്ധിതമാനമായിട്ടുള്ള ഈ വിജയം എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ജനങ്ങൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. അതായത് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച ഒരാൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ PP ഷാജിർ. എന്താണ് പറയുന്നത്? ഇതിൽ പറയാനുള്ളത് ഇത് മാത്രമാണ്. ഇവിടെ പറഞ്ഞത് MLAയും എല്ലാം പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനവും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കല്യാശ്ശേരിയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതൊരു അഹങ്കാരമായിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത്. ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ വിധി ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരോട് കൂടുതൽ കൂറുപുലർത്തി വികസനങ്ങൾ ഇനിയും കല്യാശ്ശേരി പഞ്ചായത്തിൽ തുടരും. അതിനാവശ്യമായ ഒരു അംഗീകാരമാണ് ജനങ്ങൾ നൽകിയത്. ജനങ്ങളോട് ആ നിലയിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്തായാലും മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അതിലൊരു ഭാഗം ചരിത്രം കൂടി നോക്കിയാൽ KPRന്റെ മണ്ണ്, നായനാരുടെ മണ്ണ്, അങ്ങനെ
ഒരുപാട് സമരത്തിൻ്റെ മൊറാഴ ഉൾപ്പെടെയുള്ള ത്യാഗനിർഭരമായ പോരാട്ടത്തിൻ്റെ ആ മണ്ണ് വീണ്ടും വീണ്ടും ചുവന്നു നിൽക്കുന്നു എന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം. ആ പോരാട്ടത്തിൽ പ്രിയപ്പെട്ട മഹാന്മാർ, പ്രിയപ്പെട്ട നേതാക്കൾ, സഖാക്കൾ നടത്തിയിട്ടുള്ള ആ പോരാട്ടത്തിൻ്റെ കൂടി ആഴത്തിൽ വേരിറങ്ങിയ ഒരു മണ്ണ് കൂടിയാണ് കല്യാശ്ശേരി എന്ന് കൂടുതൽ കരുത്തോടെ പങ്കുവെക്കുന്ന ഒരു ജനവിധി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ചേർത്ത് വയ്ക്കുക. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ പുതിയ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക്. DCC ജനറൽ സെക്രട്ടറി അജിത് മാട്ടൂലിന് അട്ടിമറി വിജയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി UDFും മുസ്ലിം ലീഗും മാട്ടൂൽ പഞ്ചായത്തിൽ മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ് DCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അജിത് മാട്ടൂൽ. ഇപ്പോൾ വിജയാഹ്ലാദം പങ്കിടാൻ നമ്മോടൊപ്പം ചേരുകയാണ്. അജിത് മാട്ടൂൽ, എന്താണ് വളരെയധികം സന്തോഷമാണ് പറയാൻ കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല. CPMന്റെ മുഴുവൻ 3 MLA തമ്പടിച്ചുകൊണ്ട് കുപ്രജനപ്രചരണം ഇതുവരെ ഇല്ലാത്ത വർഗീയപരമായ ഏതെല്ലാം രീതിയിൽ UDF തകർക്കാൻ വേണ്ടി അതിന് എന്നെ അടക്കം സ്ഥാനാർത്ഥി അടക്കം വളരെയധികം മോശമായി പറഞ്ഞിട്ടുള്ളൂ. 17 വാർഡിലെ വോട്ടർമാർ ഒറ്റക്കെട്ടായി എന്റെ അതാണ് അതിന്റെ അവരുടെ സിറ്റിംഗ് സീറ്റ്. അവർ രാഷ്ട്രീയ വോട്ട് പറയുകയാണെങ്കിൽ 405 വോട്ടിന് മുകളിലുള്ള സീറ്റാണ് അവര് അവകാശപ്പെടുന്നത്. ഞങ്ങൾക്ക് 405 വോട്ടിൽ ലീഡ് കിട്ടുന്ന ആ വാർഡ് പിടിച്ചെടുക്കുന്ന ഒറ്റ ഉദ്ദേശത്തിൽ കൂടിയാണ് DCN സെക്രട്ടറി ഞാൻ നിന്നത്. അതിന് ആ നാട്ടിലെ ആ വാർഡിലെ UDFനെ മുഴുവൻ നേരത്തെ എനിക്ക് പിന്തുണ വന്നിരുന്നു. നല്ലൊരു വിജയം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. UDFന്റെ ശക്തമായ പിന്തുണ, UDFന്റെ നേതൃത്വം മറ്റ് 18 വാർഡ് തോറ്റാൽ പോലും 17 വാർഡ് തോക്കാൻ പാടില്ലെന്ന് UDFന്റെ ഒറ്റക്കെട്ടായ തീരുമാനമായിരുന്നു. അതാണ് അതിലെ ഏറ്റവും വലിയ വിജയം. ഇത്തവണ മാടായി മാട്ടൂൽ വളരെയധികം മികച്ച വിജയം നേടാൻ വേണ്ടി മാടായി മാട്ടൂലും UDFന് സാധിച്ചിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് ഒട്ടാകെ വൻ വിജയം കൈവരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സെമി ഫൈനലിൽ നല്ല രീതിയിൽ വിജയിക്കും എന്ന് ഇതിനു മുമ്പ് തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. 100-ൽ-പരം നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അടുത്ത നിയമസഭ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആയിരിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി അതിലേക്ക് നടക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ മാട്ടൂല് നമുക്കറിയാം ഈ വർഗീയ ശക്തികളുടെ പതനമാണ് നമ്മൾ ഈ മാട്ടൂല് കണ്ടുവരുന്നത്. എല്ലാ വർഗീയ ശക്തികളും എല്ലാ ദുഷ്പ്രചരണങ്ങളും അവരുടെ ദുഷ്പ്രചരണങ്ങളൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഈ വോട്ട് ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുക. എന്തായാലും മാട്ടൂലിലും മാടായിലും UDFന് ഭരണം നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഉജ്ജ്വലമായ വിജയം നേടാൻ വേണ്ടി ഇത്തവണ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. 16 വാർഡുകളിൽ 15 സീറ്റിൽ LDFും 1 സീറ്റിൽ UDFും വിജയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. കനത്ത മത്സരമായിരുന്നു പഞ്ചായത്തിൽ നടന്നത്. ആകെയുള്ള 16 വാർഡുകളിൽ 15 സീറ്റിൽ LDFും 1 സീറ്റിൽ UDFും വിജയിച്ചു. 6ാം വാർഡിലാണ് UDF വിജയം കൈവരിച്ചത്. കഴിഞ്ഞ തവണ UDF വിജയിച്ച 2ാം വാർഡും 7ാം വാർഡും ഇത്തവണ LDF തിരിച്ചുപിടിച്ചു. 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 16 വാർഡുകളിൽ 15 വാർഡും തൂത്തുവാരിക്കൊണ്ട് LDF വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളും 1 ജില്ലാ പഞ്ചായത്ത് വാർഡും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ LDFന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. LDF നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും അതുപോലെ തുടർന്ന് നടത്താൻ വേണ്ടി പോകുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഉള്ള വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എരമം കുറ്റൂർ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ആകെയുള്ള 19 വാർഡുകളിൽ 17 സീറ്റിൽ LDFും 2 സീറ്റിൽ UDFും വിജയിച്ചു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചന്തപുരം മുതൽ കണ്ടോന്താർ വരെ സ്ഥാനാർത്ഥികളെ അണിനിരത്തി ആഹ്ലാദ പ്രകടനം നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എരമംകുറ്റൂർ പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. കനത്ത മത്സരമായിരുന്നു എരമംകുറ്റൂർ പഞ്ചായത്തിൽ നടന്നത്. ആകെയുള്ള 19 വാർഡുകളിൽ 17 സീറ്റിൽ LDFും 2 സീറ്റിൽ UDFും വിജയിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ 19 സീറ്റിൽ 17 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ്. കേരളത്തിലെമ്പാടും കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനത്തിൻ്റെ വലിയൊരു അംഗീകാരമായിട്ടാണ് ഈ വിജയത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. വിജയിച്ച എല്ലാ വാർഡുകളിലും വലിയ ഭൂരിപക്ഷം 500-നും 600-നും ഭൂരിപക്ഷമുള്ള വാർഡുകൾ, അതുപോലെ തന്നെ 100-ഉം 200-ഉം ഭൂരിപക്ഷത്തോടെയാണ് മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ജയിച്ചു വരാൻ നമുക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തിനും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ജനകീയമായ ഇടപെടലിനുമുള്ള അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഈ വിജയത്തെ കാണുന്നത്. ഈ വിജയത്തിൻ്റെ ഭാഗമായി 2 സീറ്റുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടിട്ടുള്ളത്. ആ വാർഡുകളിലും തുടർന്നുള്ള ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ അതോടൊപ്പം ചേർന്ന് കൂടുതൽ കരുത്തോടെയും നാടാവശ്യപ്പെടുന്ന വികസന മുന്നേറ്റ പ്രവർത്തനങ്ങളിലൂടെയും ഇനിയും കുതിച്ചുയരാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നതാണ് ഈ വിജയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന സന്ദേശം. 11, 13 എന്നീ വാർഡുകളിലാണ് UDF വിജയം നേടിയത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ LDFിൻ്റെ ദുർഭരണത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് വോട്ടർമാർ രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇത്തവണ 2 വാർഡുകളിൽ UDFിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും പരമാവധി വാർഡുകളിൽ ഭൂരിപക്ഷം വളരെ കുറക്കാനും സാധിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് 10ാം വാർഡ് നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡിൽ 4 വോട്ടിനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അതുതന്നെ ഈ പഞ്ചായത്തിൽ വികസനം നടന്നിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡിലാണ് ഈ 4 വോട്ടിൻ്റെ പരാജയം UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചിട്ടുള്ളത്. ചട്ടിയോളി വാർഡിൽ വളരെ നേരിയ ഭൂരിപക്ഷം 19 വോട്ടിൻ്റെ ഭൂരിപക്ഷം, കരിപ്പാല് തുടങ്ങിയ വാർഡുകളിലൊക്കെ നേരിയ മാർജിനാണ് ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു പോയത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഏഴോം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി MP മുഹമ്മദ് കുഞ്ഞിക്ക് അട്ടിമറി വിജയം. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ലഭിക്കുന്ന ഓണറേറിയം പാവപ്പെട്ട രോഗികൾക്ക് നൽകുമെന്ന് മുഹമ്മദ് കുഞ്ഞി. ഇടതുകോട്ടയായ ഏഴോത്ത് 2 സീറ്റിൽ UDFിന് വിജയം. 12ാം വാർഡ് ഏഴോം മൂലയിൽ MP മുഹമ്മദ് കുഞ്ഞിയും 6ാം വാർഡ് ഓണപ്പറമ്പിൽ മുസ്ലിം ലീഗിലെ സഹദിയ ടീച്ചറുമാണ് വിജയിച്ചത്. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നെരുവമ്പ്രത്ത് പ്രകടനവും നടന്നു. അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിജയമാണ് തനിക്ക് ലഭിച്ചത് എന്നും തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം മുഴുവനായും പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ നൽകുമെന്നും MP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. ഒരു 30 വർഷത്തിന് ശേഷം ഈ വാർഡിൽ ഇതുവരെ UDF ജയിച്ചിട്ടില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, കള്ളവോട്ടിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ സാധാരണ ജയിക്കാറ്. ഇവിടെയുള്ള 15 വാർഡിലും കള്ളവോട്ട് നടക്കാത്ത ഒരു വാർഡും ഉണ്ടായിട്ടില്ല. എല്ലാ വാർഡിലും കള്ളവോട്ടാണ്. കാരണം അതിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾ 12ാം വാർഡിലെ ജനങ്ങൾ അതിനെതിരായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എത്രയോ ആൾക്കാർ, അറിയുന്ന ആൾക്കാർ, ഒരുപാട് പാർട്ടി വോട്ടുകൾ എല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള വിശ്വാസം നടക്കുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന അക്രമരാഹിത്യത്തിനെതിരായിട്ടുള്ള ഒരു വോട്ടാണിത്. ആ വോട്ടിൽ എന്നെ വിജയിപ്പിച്ച ഈ നാട്ടിലെ 12ാം വാർഡിലെ സകല വോട്ടർമാരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഭാവി എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഈ വാർഡിന് വേണ്ടി ഞാൻ ചെയ്തിരിക്കും. ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഞാൻ ചെയ്യും എന്നും കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ഞാനിവിടുന്ന് ജയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഈ നാട്ടിലെ പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് ഞാൻ നൽകും. 1 രൂപ പോലും ഞാൻ അതിൽ നിന്ന് ലഭിക്കില്ല. എല്ലാ മാസവും 1 or 2 ആൾക്കാർക്ക് അത് വീതിച്ചു കൊടുക്കും. അങ്ങനെ കഴിയുന്ന കാലത്തോളം ഇത് ചെയ്തിരിക്കും. പിന്നെ വളാൻ തോട്ടമൊന്നുമില്ല, ഒരുപാട് വഴികളില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി വല്ല വഴി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ജില്ലാ പഞ്ചായത്തുമായും ബ്ലോക്ക് പഞ്ചായത്ത് സഹകരിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന അവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ കർഷകർക്കുള്ള ആഹ്ലാദ പ്രകടനത്തിൽ MP ഉണ്ണികൃഷ്ണൻ, CP മുസ്തഫ ഏഴോമൂല, നരിച്ചൻ രാഘവൻ, AK ജയശീലൻ, K സിർഹബിൽ, പാറയിൽ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏഴോത്ത് ആകെ 15 സീറ്റിൽ 13 LDFും 2 UDFും നേടി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.
രാമന്തളി ഗ്രാമപഞ്ചായത്ത് ഇത്തവണയും LDFന് 18 വാർഡുകളിൽ 11 LDF നേടി. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി. വിജയാഹ്ലാദ പ്രകടന റാലി ഈ വാഹനത്തിൽ ഓണക്കുന്ന് കരിവെള്ളൂർ ബസാർ അടിപ്പാതകളിൽ കൂടിയുള്ള യാത്ര ദുരിതമാകുന്നു. എത്രയും വേഗം അടിപ്പാത കോൺക്രീറ്റ് ചെയ്യുകയോ ടാറിംഗ് നടത്തുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന മുന്നറിയിപ്പ് സർക്കാരിൻ്റെ തന്നെയാണ്. എന്നാൽ അധികാരികൾ തന്നെ വർഷങ്ങളായി ജനങ്ങളെ പൊടിതീറ്റിച്ച് രോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഓണക്കുന്ന് കരിവെള്ളൂർ അടിപ്പാതകളിൽ എത്തിയാൽ കാണാം. ഈ അടിപ്പാതകളിൽ കൂടിയുള്ള യാത്ര അത്രയ്ക്കും ദുരിതമാണ്. ഇരുചക്രവാഹനക്കാരെയും കാൽനടയാത്രക്കാരെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പല പ്രാവശ്യം ഇത് ആർക്കു വേണ്ടി നന്നാക്കുകയുണ്ടായി. അധികം താമസിയാതെ തന്നെ അടിപ്പാത പഴയപടിയായി ദുരിതം വിതയ്ക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ക്ഷേത്രങ്ങൾ, അംഗനവാടി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഓണക്കുന്നിലാണ്. ഇതുകൊണ്ട് തന്നെ കരിവെള്ളൂരിൽ ഏറ്റവും കൂടുതൽ തിരക്കേറിയ അടിപ്പാതയും ഇതുതന്നെ. കുട്ടികളടക്കം നിരവധി പേരാണ് സദാസമയവും ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നിക്കുമെങ്കിലും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുമ്പോൾ പൊടി നിറയും. അധികൃതർ ഇടപെട്ട് എത്രയും വേഗം അടിപ്പാത കോൺക്രീറ്റ് ചെയ്യുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓണക്കുന്ന് അണ്ടർപാസിൽ കൂടി നടന്നു പോവുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. വാഹനവാഹനം കാരണം പൊടികൾ നിറഞ്ഞ് ഉള്ളിലാകും നിറഞ്ഞു കിടക്കുക. കൂടാതെ കണ്ട് ഇവിടെ മഴ പെയ്താൽ അതിൻ്റെ ഉള്ളിലാകി ചടിയും മറ്റൊരു സമയത്ത് കുടിയും മാറിക്കൊണ്ട് ഇവിടെ നടന്നു പോകാൻ ബുദ്ധിമുട്ട്, വാഹനവാഹനം കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാരവാഹികൾ എടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടിപ്പാതയുടെ പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡിനകത്തെ തീരെ വീതിയുമില്ല. ഇവിടെ അപകട സാധ്യത കൂടുതലുമാണ്. അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പതിയണമെന്നും യാത്രക്കാരും നാട്ടുകാരും ഒരേപോലെ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14ാം ജില്ലാ സമ്മേളനം ഡിസംബർ 15 തിങ്കളാഴ്ച കണ്ടോത്ത് ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ മുന്നോടിയായി പയ്യന്നൂർ ടൗണിൽ വിളംബര ജാഥ നടന്നു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഡിസംബർ 15 തിങ്കളാഴ്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MLA TA മധുസൂദനൻ, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ കൺസൾട്ടന്റ് ബാംഗ്ലൂർ ഡോക്ടർ TP സേതുമാധവൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ്കുമാർ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സുരക്ഷിത് മാർഗ് റോഡ് സുരക്ഷാ ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്തു. RTO സബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സുരക്ഷിത മാർഗ് റോഡ് സുരക്ഷാ ക്ലബിന്റെ ഉദ്ഘാടനം RTO സബിൻ നിർവഹിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ 4 അതിന് താഴെയുള്ള കുട്ടികളോ മുന്നിൽ നിൽക്കാൻ വേണ്ടി പാടില്ല. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മുന്നിൽ നിന്നാൽ അപകട സാധ്യത കൂടുതൽ ഇല്ലതുകൊണ്ടാണ് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുക, പിറകിൽ തന്നെ ഇരിക്കും. പ്രധാന അധ്യാപകൻ ഭരതൻ അധ്യക്ഷത വഹിച്ചു. KP സതീശൻ, K രതി, മദർ PTA പ്രസിഡന്റ് ദിവ്യ സുരേഷ്, അമ്പിളി K തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കരിവെള്ളൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഡിസംബർ 13 രാവിലെ 9:30 AVS GHSS ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyanur. Payyanur Rural Bank.
വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപ്പാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur.